അമിത്ഷാ വന്ന് പ്രസംഗിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾക്ക് താല്പര്യം? അത് അവരുടെ അനുയായികൾ വേണേൽ കേട്ടോട്ടെ. ഈ 17 ദിവസമായിട്ട് പാർലമെൻറ്റിൽ വരാത്ത ഒരാളാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഞാനിതിൻ്റെ റെക്കോർഡ് പരിശോധിച്ചു. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ആഭ്യന്തരമന്ത്രി ഇത്രയും ദിവസങ്ങൾ സഭയിൽ നിന്ന് വിട്ടുനിന്നിട്ടില്ല. സാധാരണഗതിയിൽ ഒരു ആഭ്യന്തരമന്ത്രി അദ്ദേഹവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പോഴെങ്കിലും പാർലമെൻറ്റിൽ വരും. അദ്ദേഹത്തിൻ്റെ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുള്ള സമയത്ത് വരും. ഇപ്പോൾ പാർലമെൻറ്റ് സ്തംഭിക്കുന്ന സമയത്ത് പോലും ആ വകുപ്പുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പാർലമെൻറ്റിലുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ക്യാബിനറ്റ് മന്ത്രി സഭയിൽ സന്നിഹിതരാകും. അതാണ് അതിൻ്റെ രീതി. 17 ദിവസം പാർലമെൻറ്റിൽ വരാതെ ഈ പാർലമെൻറ്റ് അവസാനിക്കാൻ 48 മണിക്കൂർ മാത്രം ബാക്കിയുള്ളപ്പോൾ അമിത്ഷാ വന്ന് പ്രസംഗിക്കും. പ്രസംഗമല്ല നമ്മൾ പറഞ്ഞത്. അതായത് 20-ാം തീയതി നടന്ന വിദ്യാർത്ഥികളുടെ പാർലമെൻറ്റ് മാർച്ചുമായി നടന്ന പോലീസ് കേന്ദ്രസേന അതിക്രമങ്ങളെക്കുറിച്ചും ആരാണ് വെടിവെക്കാൻ ഉത്തരവിട്ടതിനെക്കുറിച്ചുമുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തണമെന്ന അതല്ല ഇപ്പോൾ പറയുന്നത്. അമിത്ഷാ വന്ന് പ്രസംഗിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ടാണോ ഞങ്ങൾക്ക് താല്പര്യം? അത് അവരുടെ അനുയായികൾ വേണേൽ കേട്ടോട്ടെ. അതുകൊണ്ട് ഈ പറയുന്ന പ്രതിപക്ഷത്തിൻ്റെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ മുമ്പോട്ട് പോയാൽ പാർലമെൻറ്റ് സ്തംഭനം തുടർന്നും മുമ്പോട്ട് പോകുന്നു. അതുപോലെ തന്നെ അതായത് സർക്കാരിൻ്റെ ഗോൾ പോസ്റ്റിലൂടെ ഗോള് വീണ ശേഷമാണല്ലോ ഇവരൊന്ന് അനങ്ങിയത്. ഗോള് വീണ ശേഷമാണല്ലോ ധർമ്മേന്ദ്ര പ്രധാൻ എന്നുള്ള ഒരാൾ ഔട്ടായിപ്പോയത്, ആ വിക്കറ്റ് തെറിച്ചത്. അപ്പോൾ ഗോൾ പോസ്റ്റ് ആരാണ് ഉണ്ടാക്കിയെന്നും ആരുടെ ഗോൾ പോസ്റ്റിലാണ് ബോൾ വീണതെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. ഈ പാർലമെൻറ്റ് സമ്മേളനം ആരംഭിക്കുന്ന ആദ്യ ദിവസം തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ച വിഷയങ്ങളിലൊന്നാണ് ഈ പറയുന്ന അയോധ്യ. 3 വിഷയങ്ങളാണ് മുമ്പോട്ട് വെച്ചത്. 1 വിദ്യാർത്ഥികളുടെ പ്രക്ഷോഭം, 2 അയോധ്യ, 3 എത്തനോൾ പെട്രോൾ എന്ന് പറയുന്ന വലിയ ഭീമമായ തട്ടിപ്പ്. ഈ 3 വിഷയങ്ങൾ ഞങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. അത് വേണമെങ്കിൽ പഴയ പത്രത്താളുകളിലേക്ക് നോക്കിയിട്ട്, അതല്ലെങ്കിൽ പഴയ ഡിജിറ്റൽ ഗ്രൂപ്പിലേക്ക് നോക്കിയിട്ട് അവർക്ക് കണ്ടെത്താനേ ഉള്ളൂ. ഒരു ബുദ്ധിമുട്ടുമില്ല.